കോൺഗ്രസിൻ്റെ പ്രതിനിധി രാജു പി നായർ ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. ശ്രീ രാജു പി നായർ, നമസ്കാരം. ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അജിത് കുമാറിനെതിരായ ഒരാരോപണവും ശരിയല്ല, അതെല്ലാം വ്യാജമാണ് എന്ന തരത്തിലേക്ക് തന്നെ സർക്കാർ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കടുത്ത നടപടി ഒന്നും വേണ്ട, അതെല്ലാം സർക്കാർ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. സർക്കാർ കൃത്യമായ തന്നെ ഒരു തലോടലിലേക്ക് മാത്രം പോവുകയാണ് അജിത് കുമാറിനെതിരെ. അനധികൃത സ്വത്ത് സമ്പാദനം, മരമുറി, പൂരം കലക്കൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വെറുതെ ആയിരുന്നു എന്നുള്ളത് സർക്കാർ പറയാതെ പറയുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ വോട്ട് ചോരി ആരോപണം ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ ഗോവിന്ദനും മൗനമായിട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാജ്യം മുഴുവൻ അലയടിക്കുകയാണ് അതിന്റെ പ്രതിഷേധം. പൊതുസമൂഹം പോലും തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഏറ്റവും വിശ്വാസത്തോടുകൂടി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയർത്തേണ്ടത്. അതിന് ഉത്തരം വരുന്നത് അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂര് വലിയ രീതിയിലുള്ള വോട്ട് അട്ടിമറി വന്നല്ലോ. BJPയുടെ നേതാക്കന്മാർ തന്നെ പറയുകയാണ്, ഞങ്ങൾ ഒരു വർഷം മുമ്പ് മുതൽ കാശ്മീർ മുതലുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ചേർത്തു. ഇല്ലേ? ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിരുന്ന സുനിൽകുമാർ പറയുന്നു, അവിടെ അട്ടിമറി നടന്നു, അവിടെ കള്ളവോട്ടുകൾ നടന്നു, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സ്വന്തം മുന്നണിയിൽപ്പെട്ട സ്ഥാനാർത്ഥി തോറ്റ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇത്ര വലിയ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും കോൺഗ്രസ് അത് ഉയർത്തിയിട്ടും കർണാടകയിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട മഹാദേവ്പുരയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നതിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വാദോർക്കുന്നില്ല? അതിന്റെ അർത്ഥം MR അജിത് കുമാറും തൃശ്ശൂരും ഇത് ലോക്സഭ BJPക്ക് നൽകുന്നതിന് വേണ്ടിയും ഇവരുണ്ടാക്കിയ പ്ലാനാണ്. അത് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു വരികയാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് പൊതുസമൂഹത്തിന് മുഴുവൻ അതിനകത്ത് അന്യായമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതും അവിടെ അത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതും ആ വിവാദവും പ്രശ്നവും ഉണ്ടാക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് അവിടെ ഏറ്റവും ഇതായിട്ട് രക്ഷകനായിട്ട് അവതരിക്കാൻ വേണ്ടി പോലീസിന്റെ അകമ്പടിയോട് ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തപ്പെട്ടു എന്നുള്ളതും ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ADGP അജിത് കുമാർ ആണെന്നുള്ളതും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അജിത് കുമാർ കൊടുത്ത ബ്ലൂ പ്രിന്റ് ആണ് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പോലീസിനകത്ത് നിന്നുകൊണ്ടും ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ MR അജിത് കുമാർ ഫോൺ ഓഫ് ചെയ്ത് കേരളത്തിന്റെ മന്ത്രിമാർക്ക് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നുള്ളതും എല്ലാം പൊതുജനങ്ങളുടെ മുന്നിലില്ലേ? അവസാനം അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ADGP അജിത് കുമാറിനെ തന്നെ എന്ന് വെച്ചാൽ കുറ്റക്കാരനായിട്ടുള്ള ആളെ തന്നെ അതിന് ചുമതല ഏൽപ്പിച്ചു. അവിടെ മറ്റുള്ളവരെ കുറ്റം ചാർത്തിക്കൊണ്ട് കൊടുത്ത റിപ്പോർട്ട് അന്നത്തെ DGP ആയിരുന്ന ദർവേഷ് ഷെയ്ഖ് സാഹിബ് അത് തള്ളുകയും അതിന് ADGPക്ക് അതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. 6 മാസത്തിനുള്ളിൽ അതിനകത്ത് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല. അപ്പൊ ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് BJPയുടെ നയമാണ്. ആ BJPയുടെ നയം നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ്. കാരണം ഈ സംസ്ഥാനത്ത് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി കൊടുത്താൽ അത് കോൺഗ്രസിനെ അതിനകത്ത് ദുർബലപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നുള്ള രാഷ്ട്രീയം പിണറായി വിജയൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MR അജിത് കുമാറിന് കൊടുക്കുന്ന സംരക്ഷണം. വിജിലൻസ് കോടതി കൊണ്ടേ കൊടുത്ത റിപ്പോർട്ട് പോലും അതെടുത്ത് കളഞ്ഞില്ലേ? ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോലും കോടതി എടുത്ത് ദൂരെ കളഞ്ഞില്ലേ? ഇത്രമാത്രം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെട്ട നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചായിരുന്നല്ലോ. എന്താ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് നമുക്ക് ഒരു പരാതി ഇല്ലാഞ്ഞിട്ട് പോലും അയാൾ ചെയ്തതിൽ തെറ്റുകളുണ്ട് എന്ന് പൊതുസമൂഹത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മൾ അത്രയും ഗൗരവത്തിലെടുത്തത്. ഇന്ന് ഈ രാജ്യത്തിന്റെ മതേതരത്തെ, ഈ കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണം പിടിക്കാൻ വേണ്ടി ഇത്രമാത്രം ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ജനങ്ങളുടെ മുന്നിൽ ഇത്രയും വ്യക്തമായി ബോധ്യപ്പെട്ട് നിൽക്കുന്നിടത്ത് പിണറായി വിജയൻ എടുക്കുന്ന സമീപനം BJPക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് പുതിയ DGPയെ BJPയുടെ ഏറ്റവും വലിയ ബ്ലൂ ഐഡ് ബോയ് എന്ന് പറയാവുന്ന ആളെ കൊണ്ടുവന്ന് കേരളത്തിന്റെ DGP ആക്കിയത്. ഇന്ന് പോലീസിനകത്ത് പോലും 60% ഞങ്ങളുടെ ആൾക്കാരാണെന്ന് BJP പറയുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്.
കേരളത്തെ, മതേതര കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന വർഗീയവാദിയായ കങ്കാണിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ BJPക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന RSSന്റെ സംഘചാലക്കാണ് പിണറായി വിജയൻ. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന തീരുമാനമാണ് ഇപ്പൊ ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ രാജു പി നായർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.